നീ സ്വാർത്ഥയാണ് പ്രിയ. എല്ലാത്തിനും നിനക്ക് ഓരോ റീസൺസ് ഉണ്ട്. നിന്റെ റീസൺസ്, നിന്റെ ടൈമിങ്സ്, നിന്റെ ഫീലിങ്സ്. എന്നെ കുറിച്ച്, നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നീ ആലോചിക്കണതേ ഇല്ല. ചേട്ടൻ അറിയാത്ത ഒരുപാട് റീസൺസ് ഉണ്ട് എനിക്ക്. അത് ഒരു പ്രാവശ്യം കേൾക്കാൻ ശ്രമിച്ചോ? റീസൺസ്? എടി നീ ചുമ്മാ മുട്ടാപ്പോക്ക് നായമൊന്നും പറയല്ലേ. എടി ഒരു അമ്മയാവണമെങ്കിൽ മനസ്സിൽ നന്മ വേണം. അതില്ലാത്തോണ്ടായിരിക്കും നീ അതിനൊന്നും തയ്യാറാവത്തുള്ളൂ. നീ ഇതിങ്ങനെ വച്ചോണ്ടിരിക്കാതെ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കണേ അമ്മേ. പക്ഷെ പുള്ളിക്ക് അത് പറഞ്ഞിട്ട് മനസ്സിലാവണില്ല. ഇനിയിപ്പോൾ കൊണ്ടുപോയി കാണിച്ചാൽ തന്നെ എനിക്ക് വേറെ എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് പുള്ളി പറയുന്നത് എൻ്റെ പേടി. പിന്നെ ദിവസം കുഞ്ഞു വേണമെന്ന് പറഞ്ഞ് നിർബന്ധമാണ്. ഞാനിതൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാനാ അമ്മേ. ഇപ്പൊ നല്ല പെയിൻ ഉണ്ട് മോളെ? ആ ഉണ്ടമ്മേ. ചായ ഞാനിപ്പോ എടുക്കാം ചേട്ടാ. ചേട്ടൻ പോയിരുന്നു. ഏട്ടാ ഫുഡും കൂടെ എടുക്കട്ടെ? തൽക്കാലം ചായ മാത്രം മതി, ഞാൻ ഇറങ്ങുക. എൻ്റെ കൊളീഗ് പ്രകാശില്ലേ, അവൻ്റെ ഭാര്യ പ്രസവിച്ച് ആൺകുട്ടിയാ. പിന്നെ ഇന്ന് ലഞ്ചിന് എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ കാണും. ആ കറി ഇങ്ങെടുത്ത. നിന്റെ ഭാര്യയുടെ കൈപ്പുണ്യം പറയാതെ വയ്യ. അവളുടെ കയ്യിലൊരു മാജിക് ഉണ്ട്. ഭാര്യയുടെ കൈ? എടാ ഇത് അമ്മ വെച്ചതാ, അതിൽ ഇത്ര രുചിയായിട്ടിരിക്കുന്നത്. എടാ ഇവളൊക്കെ വെച്ച വല്ല രുചിയുണ്ടോ? നീ എപ്പോഴും എനിക്ക് ഓടി നോക്കിയാൽ മതി. ചിലര് ചൂടുവെള്ളം തിളപ്പിച്ച് തന്നിരുന്നാൽ അത് കുടിക്കാൻ ഒരു രുചിയാണ്. പക്ഷെ ചിലവര് തല കുത്തനെ നിന്ന് വെച്ചിരുന്നാലും ശരിയാണ്, അതിന് ഒരു രുചിയും ഗുണവും കാണാം. കൃഷ്ണോ, ഒരു മിനിറ്റ് നീ ഇങ്ങോട്ട് വന്നേ. വരൂ. എടാ നാണം ഉണ്ടാടാ നിനക്ക്? കൂട്ടുകാരൻ്റെ മുമ്പിൽ വെച്ച് സ്വന്തം ഭാര്യ ആക്ഷേപിക്കാൻ. നീയും അവനോട് വെട്ടി വിഴുങ്ങിയതേ നിന്റെ ഭാര്യ ഉണ്ടാക്കിയതാ. അല്ലെങ്കിൽ തന്നെ ഇത് എന്ത് സ്വഭാവമാണ് ഇത്? അവളെക്കുറിച്ച് നീ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ നീ തന്നെയാടാ ചെറുതാവുന്നത്. ഓ തീർന്ന് വെട്ടി വിഴുങ്ങ്. ഓ എന്താ, എന്തെങ്കിലും? അല്ല ഒന്നുമില്ല, നല്ല ക്ഷീണമുണ്ട്. നല്ലതായിട്ട് കിടന്നൊന്ന് ഉറങ്ങണം. പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇപ്പൊ ഇതൊന്നും വേണ്ടെന്ന്. അതെന്താ നിനക്കിപ്പോ ഒരു കുഞ്ഞിനെ വേണ്ടാത്ത? നിന്റെ ഈ ഫ്രീഡം കരിയറൊന്നും കണ്ടിടക്കാൻ എനിക്ക് ഇനി പറ്റത്തില്ല. കുഞ്ഞിനെ പ്രസവിച്ച നിന്റെ ഭംഗി പോകുന്നുള്ള പേടിയാണോ? അത് ഉത്തരവാദിത്തം എടുക്കാൻ പറ്റാത്തതുണ്ടോ? കൂടെ ഉള്ളവരൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴേ നിന്റെ ഈ സ്വാർത്ഥതയ്ക്ക് മുമ്പിൽ ഞാൻ കയ്യും കെട്ടി നോക്കി നിൽക്കുക. പുറത്തോട്ടിറങ്ങുമ്പോൾ കുടുംബക്കാരും ബാക്കിയുള്ളവരൊക്കെ വായിരിക്കണം, ഞാനാണ് കേൾക്കണം. നിനക്ക് പറ്റൂലെങ്കിൽ അത് പറ, അല്ലാതെ വെറുതെ എൻ്റെ ജീവിതം ബലിയാടാക്കാൻ വേണ്ടിയിട്ട്. ബ്ലഡ് റിസൾട്ട് കണ്ടിട്ടേ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെയാണ് PCOS. അത് അയാൾക്ക് ഇറഗുലർ പീരീഡ്സ്. പിന്നെ ഹോർമോൺ ലെവലിൽ നല്ല വ്യത്യാസമുണ്ട്. ഇതൊക്കെ പിന്നെ PCOS ഉള്ളവർക്ക് സ്വാഭാവികമാണ്. ടെൻഷനൊന്നും വേണ്ടടോ, ഇതൊക്കെ ഇപ്പോൾ ട്രീറ്റബിൾ ആണ്. പക്ഷേ ഈ ടൈമിലെ ഇത് പരിഹരിക്കാതെ ഒരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്യുന്നത് തനിക്കും പ്രഗ്നൻസിക്കും അത്ര നല്ലതായിരിക്കില്ല. വെയിറ്റ് ചെയ്യണം എന്നാണോ ഡോക്ടർ പറയുന്നത്? വെയിറ്റ് ചെയ്യാനല്ല, ആദ്യം ട്രീറ്റ്മെൻറ്റ് എടുക്കണം.
അപ്പോൾ തൻ്റെ ഈ ബോഡി ഇംബാലൻസ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കറക്റ്റ് ആവും. പിന്നെ അതിൻ്റെ അടുത്ത ലെവലിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങാം. എന്തു പറ്റി? തനിക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ആകെ ഒരു കൺഫ്യൂഷൻ പോലെ. ഒന്നുമില്ല ഡോക്ടർ. താങ്ക് യു ഡോക്ടർ. എന്താ ഏട്ടാ വരാൻ ലേറ്റായേ? റിസപ്ഷൻ തുടങ്ങുകയാണ്. വാ പോവാം, പെട്ടെന്ന് വാ. പ്രിയ, ഞാൻ വരണില്ല. ഇന്ന് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ലേറ്റായി. നല്ല ക്ഷീണമുണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അവള്. എനിക്ക് പോയാലേ പറ്റുള്ളൂ. എടി, ഞാൻ ടയേർഡാണെന്ന് പറഞ്ഞില്ലേ? എനിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് നീയും പോകുന്നില്ല. ചുമ്മാ ഫോഴ്സ് ചെയ്യല്ലേ. നിങ്ങൾക്ക് ടയേർഡ് ആണെങ്കിൽ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഞാൻ പോണില്ലെങ്കിലേ നീയും പോകുന്നില്ല. വെറുതെ അവിടെ ചെന്ന് ഓരോരുത്തരെ വായിന്ന് വിശേഷമോ ഇല്ല എന്ന കാര്യങ്ങളൊക്കെ. എനിക്കിനി വയ്യ. എടാ അവള് പോട്ടടാ, അവളുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അല്ലേ, അവള് പോവായിരുന്ന എങ്ങനാ? നീ എന്താടാ ഒരുമാതിരി മറ്റേ ഭർത്താക്കന്മാരെ പോലെയൊക്കെ. അമ്മ എന്തെങ്കിലും കാണിക്കും. പ്രിയ, നിനക്കേ ഇങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ അമ്മായിമ്മയെ കൂടെ കൊണ്ടുപോകണതിൽ എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. എങ്കിൽ നീ വെയിറ്റ് ചെയ്യും ഒരു 10 മിനിറ്റ്, ഞാൻ ഇപ്പം റെഡിയായി വരാം. നിന്റെ ഭർത്താവിൻ്റെ അടുത്ത് ഡിന്നർ വെളിയിൽ നിന്ന് ഓർഡർ ചെയ്ത് കഴിക്കാൻ പറ. അവനിന്ന് ഇവിടെ ഡിന്നർ ഇല്ല. മോളെ എന്താ? നീ ഇത് ഒറ്റ വരിക്ക് കുടിക്കും, ഒന്നും ചോദിക്കേണ്ട, വേദന എല്ലാം മാറും. എങ്ങനെയുണ്ട് മോളെ? എനിക്കാണെങ്കിലേ ഒരു മോള് വേണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ കിട്ടിയത് ആൺകുട്ടിയായിപ്പോ. നീയേ എനിക്കെൻ്റെ മോളെ പോലെയാ. മോളെ പോലെയെന്നല്ല, മോള് തന്നെയാ. എനിക്ക് അവനേക്കാൾ ഇഷ്ടം നിന്നെയാ. നിനക്കൂടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല കേട്ടോ. മോളെ ഡോക്ടറെ കണ്ടായിരുന്നു? കാണിച്ചമ്മേ. എന്നിട്ട് ഡോക്ടർ PCOS ആണെന്നാ പറഞ്ഞേ. അപ്പം എക്സസൈസ് ചെയ്യുക, ഡയറ്റ് ചെയ്യുക, പ്രോപ്പറായിട്ട് ഇതെല്ലാം കണ്ടിന്യൂസ്ലി ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് മാറിക്കോളും. കട്ടണത്ത് കൂടിയിടാ. നിന്റെ ഭാര്യയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതായിട്ട് നിനക്കറിയാമോ? അതുകൊണ്ടാ അവൾ ഇപ്പോഴൊന്നും കുട്ടികൾ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തോന്ന് പ്രശ്നം? ഒരു പ്രശ്നമില്ല അമ്മ, ചുമ്മാ അവളെ സൈഡ് പിടിക്കല്ലേ. അവൾ വക്കാലത്തും കൊണ്ട് അമ്മയുടെ അടുത്ത് വന്നു കാണും. എടാ, ഇത്ര മനുഷ്യത്വം ഇല്ലാതായി പോയില്ലടാ നിന്റെ പ്രവൃത്തികൾ. നീ ഇങ്ങനെ നിന്റെ ഭാര്യയുടെ അടുത്ത് പെരുമാറുകയാണെങ്കിലേ ഞാൻ എന്തിനാടാ ഈ കഷ്ടപ്പെട്ട് നിനക്ക് ഈ വിദ്യാഭ്യാസം ഉണ്ടാക്കി തന്നത്? അതിന് ഒരു അർത്ഥമില്ലാതായി പോവില്ല. എടാ, അവൾക്ക് PCOS ആണ്. നീ പോലും അറിയാതെ അവളെൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തുകയാണ്, അതറിയാമോ? എടാ, അങ്ങനെ ചെയ്യണതേ ഒരു പാവ പെണ്ണിൻ്റെ ഗതികേടാണ്. നീ എന്ന ഭർത്താവിൻ്റെ പരാജയം ഇത് നീ അറിയണം. എടാ, ഒരുപക്ഷെ നീ ഇത് സ്നേഹത്തോടുകൂടി അവിടുത്തെ നേരത്തെ ചോദിച്ചിരുന്നെങ്കിലേ അവളത് പറഞ്ഞാലേ. ഒരു സ്ത്രീയുടെ ശരീരം നിന്റെ കലണ്ടർ അനുസരിച്ച് ഒന്നും വർക്ക് ചെയ്യില്ലടാ. എടാ വിഷ്ണു, അവൾക്ക് പേടിയാടാ നിന്നെക്കുറിച്ച്, കുഞ്ഞിൻ്റെ കാര്യത്തെക്കുറിച്ച് ഓർത്തു. ഇതൊന്നും സെൽഫിഷസ് അല്ല മോനെ. നീ ഒന്നും പറയണ്ട. സ്വന്തം ഭാര്യയെ മനസ്സിലാക്കാൻ കഴിയാത്ത നീ എങ്ങനെയാടാ ഒരു കുഞ്ഞിന്റെ അച്ഛനാവാനുള്ള യോഗ്യത ഉണ്ടാവുന്നത്? ആദ്യം നീ ഒരു നല്ലൊരു ഭർത്താവാവാൻ നോക്ക്, പിന്നീട് ഒരു കുഞ്ഞിന്റെ അച്ഛനാവാൻ നോക്ക് കേട്ടോ.